ജോൺസടാ, ആ ഇപ്പോ കേരളത്തിലെ അവസാനഘട്ട ഉപതെരഞ്ഞെടുപ്പായി പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇന്ന് അവസാനിച്ചു. ആ മഹാരാഷ്ട്രയില് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, മഹാരാഷ്ട്ര നിയമസഭ തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ്. അതെ, അപ്പൊ അവിടെ ആർക്കാണ് ഒരു സാധ്യത? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിനായിരുന്നു ചെറിയ മുൻതൂക്കം ഉണ്ടായിരുന്നു. പക്ഷേ നിയമസഭാ ഇലക്ഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു അവസ്ഥ വരികയും BJPക്ക് കുറച്ച് വെച്ചാൽ കോൺഗ്രസ് മുന്നണിയേക്കാളും ചെറിയൊരു എഡ്ജ് കൂടുതൽ BJPക്ക് ആവാനുള്ള സാധ്യതയാണ് മഹാരാഷ്ട്രയിലുള്ളത്. കാരണം ദേശീയ ഇലക്ഷന് സമയത്ത് പരമാവധി വോട്ടുകൾ ഒരു രണ്ട് ധ്രുവങ്ങളിലേക്കായിട്ട് കേന്ദ്രീകരിച്ച് നിന്നിരുന്നൊരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് വരുമ്പോൾ ദേശീയ ഇലക്ഷനിൽ വിട്ട് വോട്ടുകൾ അല്പം വിഘടിച്ച് നിൽക്കുന്നൊരു അവസ്ഥയുണ്ടെന്ന്. ഈ അവസ്ഥ NDA സഖ്യത്തിന് ചെറിയൊരു അനുകൂലത്തിനുള്ള സാധ്യത കാണുന്നു. അതുകൊണ്ട് ഇന്ത്യ മുന്നണിയേക്കാളും ചെറിയൊരു മുൻതൂക്കം NDAക്ക് കിട്ടാനുള്ള സാധ്യതയാണ് മഹാരാഷ്ട്ര ഇലക്ഷനിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ കാണുന്നത്. അപ്പോൾ ജാർഖണ്ഡിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനായിരുന്നു മുൻകൈ ഉണ്ടായിരുന്നു. അവിടെ അതെ ഇതേ സെയിം അവസ്ഥയാണ്. കാരണം ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്തൊരവസ്ഥ. കാരണം അവിടെ ജാർഖണ്ഡിൽ കോൺഗ്രസിന് കാര്യമായിട്ട് ശക്തിയില്ലാത്തൊരു സ്ഥലമാണ്. അതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാർഖണ്ഡ് എന്താ പറയുക, ഈ BJPയും ഇന്ത്യ സഖ്യം തമ്മിലുള്ള പോരാട്ടത്തിൽ ഒപ്പത്തിനൊപ്പം വരികയും ഒരു ആർക്കും ഭൂരിപക്ഷമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ജാർഖണ്ഡിൽ എത്താനാണ് സാധ്യത കൂടുതൽ. കാരണം വ്യക്തമായിട്ടൊരു മേൽക്കൈ BJPക്കോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്കോ അവിടെ കൈവരാനുള്ള സാധ്യത ഇല്ലാത്തൊരവസ്ഥയിൽ വന്ന് ഭവിക്കാനാണ് അങ്ങനെയാണ് സാധ്യത. കാരണം ലോക്സഭ ഇലക്ഷൻ പോലെ ആയിരിക്കില്ല നിയമസഭ ഇലക്ഷൻ എന്നാണ് എനിക്ക് അഭിപ്രായം.